പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിക്കെതിരായ ലൈംഗിക പീഡനത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 43 ഇന്ന് മാത്രം 15 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കേസ് അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം പെൺകുട്ടി ആശുപത്രിയിലടക്കം കൂട്ടബലാത്സംഗത്തിനിരയായെന്ന ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഇന്നത്തെ വാർത്താപ്പകലിൽ വന്നിരുന്നു. പതിനെട്ടുകാരിയുടെ മൊഴിയിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം കൂടുകയാണ്. സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. 58 പേരെ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു. ഇതിൽ ചിലർ വിദേശത്താണ്. ആകെ 29 FIR ആണ് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി രേഖപ്പെടുത്തിയത്. മഹിളാ മന്ദിരത്തിൽ പാർപ്പിച്ചിട്ടുള്ള പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകുന്നുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളുടെയും സഹോദരന്റെയും മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പെൺകുട്ടിയെ 4 പേർ ചേർന്ന് പീഡിപ്പിച്ചെന്ന് FIR-ലുണ്ട്. പ്രതികളിൽ ഒരാളുടെ ബന്ധു ഇവിടെ ചികിത്സ തേടിയിരുന്നു. ഇവരെ കാണാനെന്ന വ്യാജേന പെൺകുട്ടിയെ എത്തിച്ച് ശുചിമുറിയിൽ വെച്ചായിരുന്നു പീഡനം. അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ആയിരുന്നാലും ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി CBI അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 24 പത്തനംതിട്ട.